കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ഒരു കാര്യത്തിന് നേരെ കണ്ണടച്ചാലും ഇതിനു മുൻപും ശ്രീലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോ എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ട്. പോകുന്നിടത്തും ഇങ്ങനെ വല്ലതും ഉണ്ടായാ ഇത്രയും ദൂരത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജാറാം സാറിനെ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടാളും മറന്നതാണോ അതോ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ സംസാരിക്കാന്നാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ശ്രീലക്ഷ്മിയെ കുറിച്ചാണ്. ഇപ്പോ ഈ അകത്തുള്ളതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ശ്രീലക്ഷ്മി അല്ല, കൺമണിയാണ്. കൺമണിയുടെ ഇത്തരം പ്രവൃത്തികൾ എങ്ങനെ ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റും? രവി, ശ്രീലക്ഷ്മിയുടെ അതേ അവസ്ഥയിലല്ലേ ഇപ്പൊ കൺമണിയും? ഇതിൽ നിന്നും ഒരു കാര്യം ഏകദേശം വ്യക്തമല്ലേ? ശ്രീലക്ഷ്മിയും കൺമണിയും ഒന്നല്ല. അതിന്ന് കുറച്ചുകൂടെ ബോധ്യമായിട്ടുണ്ട് എനിക്ക്. ശ്രീലക്ഷ്മി ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും മനസ്സിലാക്കിയ കൺമണിക്ക് അഷ്ടമി ദിവസം ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ആരോ പറഞ്ഞു കൊടുത്തു കാണും. ഞാനിത് പറയാൻ കാരണം ഇന്ന് അഷ്ടമിയല്ല. അതുകൊണ്ട് തന്നെ ഇത് വെറും അഭിനയമാണ്. ഇവിടുന്ന് പോകാതിരിക്കാനുള്ള അവസാന അടവായി കൺമണി അതെടുത്ത് ഉപയോഗിച്ചു. അത്രയും മാത്രമേ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങളും അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി അതിനപ്പുറത്തേക്കൊരു ആലോചന ഉണ്ടെങ്കിൽ ആലോചിച്ചാലും എന്നോട് പറയണ്ട. നമ്മൾ ഇവിടുന്ന് പോയില്ലേ? ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? You are crossing the limit. തനന്ത എന്നെ പൊട്ടനാക്ക്. പോകാതിരിക്കാനുള്ള ഒരു നമ്പറും കാണിച്ചിട്ട് പോയില്ലെന്നോ? എന്തൊക്കെയാ താനിവിടെ കുറച്ചു മുമ്പ് കാണിച്ചു കൂട്ടിയെന്ന് തനിക്കറിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? സർ പ്ലീസ്, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ സ്വർണം തിരികെ കൊണ്ടുവയ്ക്കാൻ ആ മുറിയിലേക്ക് പോയി. സ്വർണം വെച്ചിട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. സത്യമായിട്ടും. സത്യമല്ല. ഇനി എന്റെ മുന്നിൽ അഭിനയിച്ച ചിലപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. തന്റെ അഭിനയം ഇവിടെയുള്ള ബാക്കി എല്ലാവരുടെയും മുന്നിൽ വർക്കൗട്ടായെന്ന് വരും. പക്ഷേ താൻ ആരാണെന്നറിയാവുന്ന എന്റെ മുന്നിൽ അത് വേണ്ട. അഭിനയല്ല സർ, കൺമണി ശ്രീലക്ഷ്മിയായിട്ട് അഭിനയിക്കുന്നുള്ളൂ. ആ അഭിനയം ഇനി എന്റെ മുന്നിൽ വേണ്ട.
എന്റെ ശ്രീലക്ഷ്മിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് താൻ ഇടയ്ക്കിടയ്ക്ക് അതുപോലെയാകാൻ ശ്രമിക്കുന്നുണ്ട്. പലതും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ താൻ ചെയ്തത് ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടുള്ളവരുടെ ആശീർവാദത്തോടെ യാത്രയാവേണ്ട താൻ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചിട്ടാണോ ഇവിടുന്ന് പോകാൻ പോകുന്നത്? ഇവിടെ പിടിച്ചു നിൽക്കാനാണ് ഇത്രയും പരാക്രമം കാണിച്ചതെങ്കിൽ അത് വലിയൊരു തെറ്റായിപ്പോയി. എന്നോട് കാണിച്ച നന്ദികേടായിപ്പോയി. ഇനി എന്ത് കാണിച്ചാലും എന്റെ തീരുമാനത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോ ഈ നിമിഷം ഇറങ്ങണം. എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തോണ്ട് എന്റെ കൂടെ വരാം. ഇപ്പോ ഞാൻ താഴെ ഉണ്ടാവും. രാജാറാം സർ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ. അകത്തുള്ള അത്രയും ഇഷ്ടം പുറത്തില്ലല്ലോ. ഇനി നമ്മുടെ മുമ്പിൽ ഒരു വഴിയില്ല അല്ലേ സർ? ഇല്ല മാഡം. ചില ഈശ്വര നിശ്ചയങ്ങൾ നടന്നല്ലേ പറ്റൂ. മനുഷ്യനതൊന്നും ചെയ്യാൻ കഴിയാത്തതാണത്. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാനേ കഴിയൂ. പക്ഷെ എല്ലാം അറിയാവുന്ന നമ്മള് ഇതെങ്ങനെ വെറുതെ നോക്കി നിൽക്കുമെന്നുള്ളതാണ്. പ്രണയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാ രവി സാറും ശ്രീലക്ഷ്മി. രണ്ടുപേർക്കും അത് അറിയുകയും ചെയ്യാം. പക്ഷെ തമ്മിൽ അകലുക എന്നുള്ളത് ശ്രീലക്ഷ്മിയെ സംബന്ധിച്ച് മരണതുല്യമാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രണയം തന്നെ അവരെ രക്ഷിക്കട്ടെ. നമുക്ക് നോക്കാം എന്താവുന്നത്. ഇനിയും എന്ത് നോക്കാനാണ് സർ? അമിതമായി സ്നേഹിക്കുന്നവരെ അധികകാലം ഈശ്വരൻ വാഴിക്കില്ല എന്ന് പറയുന്നത് പോലെ നമുക്കൊക്കെ ഓർത്തിരിക്കാൻ മാത്രം പറ്റുന്ന ഒരു കഥയായി മാറും രവി സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതം. ഹലോ ശ്രീലക്ഷ്മി. സർ, എനിക്ക് സാറിനോടൊരു കാര്യം പറയണം. എന്താ ശ്രീലക്ഷ്മി? മാഡം ടെൻഷൻ ആവണ്ട. പണവും ഞാൻ പോവാം. ആ ശരി സർ, താങ്ക് യു. സാന്ദ്ര മാഡം 50 ലക്ഷം രൂപ ഉടനെ റെഡിയാക്കണം. പിന്നെ അവര് ശ്രീലക്ഷ്മിയെ വിളിച്ചോ? ആരായാലും ഇന്ന് വിളിച്ചത് അവന്റെ ലാസ്റ്റ് കോളാ. അവൻ ആരായിരുന്നാലും എന്റെ തോക്കിന്റെ മുന്നിൽ തീരുവൻ.
രവി, ഇത്രയും ആയ സ്ഥിതിക്ക് ഇത്ര ധൃതിയിൽ ഈ യാത്രയുടെ ആവശ്യമുണ്ടോ? ശ്രീലക്ഷ്മിക്ക് വയ്യാത്ത സ്ഥിതിക്ക് ഇനി 1-2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? ഞാൻ പറഞ്ഞതമ്മേ, ശ്രീലക്ഷ്മി കേൾക്കണ്ടേ? പോയേ പറ്റുമെന്ന്. ഇനി നിന്ന് താമസിക്കുന്ന ശ്രീലക്ഷ്മി പറയുന്നു. പിന്നെ ശ്രീലക്ഷ്മി പറയുന്നതിൽ കാര്യമുണ്ട്. തുടങ്ങുന്ന ദിവസം തന്നെ ജോയിൻ ചെയ്യാതിരിക്കുന്ന ഒരു അശുഭ ലക്ഷണമായിട്ട്. എല്ലാം ശുഭമാണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. ശേഷം പോവാ അമ്മ. ഒരുപാട് നന്ദിയുണ്ട് ഒരു മകളെ പോലെ സ്നേഹിച്ചതിന്, മകളുടെ സംരക്ഷണം തന്നതിന്. മോളെന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? പഠിത്തം കഴിഞ്ഞാലുടൻ മോളിങ്ങ് തിരിച്ചു വരില്ലേ? എപ്പോഴും മോള് വിളിക്കണം. എപ്പ കാണുന്നു തോന്നിയാലും മോളിങ്ങ് വന്നേക്കണം. ഇനി ഉടനെ കാണാൻ പറ്റുമെന്നറിയില്ല, എത്ര നാള് കഴിഞ്ഞാണെന്നും അറിയില്ല. ഒരാഗ്രഹമേ ഉള്ളൂ, ഇനി മറ്റൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മകളെ തന്നെ ജനിക്കണം. നിങ്ങളോടൊപ്പം ജീവിച്ച് കൊതി തീരാതെ എന്റെ മടക്കം. മോൾക്ക് നല്ലതിന് വേണ്ടിയല്ലേ സാർ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ഇങ്ങനൊരു രംഗം കാണാതിരിക്കാനാ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരണ്ടെന്ന് മോള് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം. സരോജത്തിന്റെ ശ്രീലക്ഷ്മിയുടെ സംസാരം കേട്ടാ തോന്നും ശ്രീലക്ഷ്മി അവിടെ സ്ഥിരതാമസത്തിന് പോവുകയാണെന്ന്, ഒരിക്കലും മടങ്ങി വരില്ല എന്ന്. മോള് സന്തോഷായിട്ട് പോയിട്ട് വാ. പോട്ടെ അച്ഛ. മോളിത്ര ദൂരേക്ക് ഞങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിൽ വിഷമം തന്നെയാ. പക്ഷേ അതിലുപരി അച്ഛനിപ്പോ തോന്നുന്ന അഭിമാനമാണ്. കാരണം അച്ഛൻ തോറ്റുപോയ സ്ഥലത്ത് നിന്നാ മോള് തുടങ്ങാൻ പോകുന്നത്. വലിയ നിലയിൽ മോളെ പഠിപ്പിക്കാൻ നിവർത്തികേടിനിടയിൽ അച്ഛന് കഴിഞ്ഞില്ല. അതിപ്പോ രവി സാറ് കാരണം സംഭവിക്കാൻ പോകുന്നു. മക്കള് കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഏതൊരച്ഛനും അമ്മയ്ക്കും താല്പര്യം. മോള് ഇവിടെ രവി സാറിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനും ഞങ്ങൾക്കും ഇഷ്ടം. പക്ഷേ ഞങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം മോള് വില കൽപ്പിക്കേണ്ടത് രവി സാറിന്റെ വാക്കിനാ. സാർ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് മോളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അത് ഉറപ്പാ അച്ഛന്. മോള് പോയിട്ട് വാ. രണ്ടുപേർക്കും
മനോവിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മനസ്സിൽ വെച്ച് പെരുമാറാൻ ഇനി ഞാനിവിടെ ഇല്ല. ഗായത്രി അമ്മയ്ക്കും രേഖാ മാഡത്തിനും ഇടയിലുള്ള ദൂരം ഇതോടെ കുറയുക. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ രേഖാ മാഡവും എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ രാജലക്ഷ്മി അമ്മേ. രഘു, എന്നെക്കാളേറെ രവി സാർ സ്നേഹിക്കുന്നത് രഘുവിനെ. ഒരു സാഹചര്യത്തിലും ചേട്ടായിയെ തള്ളി പറയരുത്. നിങ്ങളോട് മാത്രം എങ്ങനെ യാത്ര പറയണമെന്ന് എനിക്കറിയില്ല. പറയാനുള്ളതെല്ലാം രണ്ടക്ഷരത്തില് ഞാൻ ചുരുക്കുക. നന്ദി. ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ. പോവാം സർ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ആന്റി അങ്കിളിനെയും ഞങ്ങള് ഡ്രോപ്പ് ചെയ്യാം. രാജാറാം സർ, ആന്റി വരൂ.